വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെയുള്ള വളരെ പരിചിതമായ 3 വാക്യങ്ങൾ നമുക്ക് ധ്യാനത്തിനായി വായിക്കാം. മാത്യു ചാപ്റ്റർ 14 വേഴ്സ് 23, 24, 25. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറി. വൈകുന്നേരമായപ്പോൾ ഏകനായ അവിടെ പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ നടന്ന ഒരു കാര്യമാണ് അല്പനേരത്തെ ധ്യാനത്തിനായി വായിച്ചത്. നിങ്ങൾക്കറിയാം, മത്തായി സുവിശേഷം 14-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരധ്യായമാണ്. ഇവിടെ കർത്താവും ശിഷ്യന്മാരും കൂടെ ഉള്ള ഒരു യാത്രയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ആ യാത്രയ്ക്ക് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതികൂലത്തെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് വരച്ചു കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാൻ അനുകൂല സാഹചര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. പ്രതികൂല സാഹചര്യങ്ങൾ ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടി വരികയാണെങ്കിൽ അവൻ ഒത്തിരി ആ പ്രതികൂലത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്നാൽ അനുകൂല സാഹചര്യമാണെങ്കിൽ അവൻ്റെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഇന്ന് പരിശുദ്ധാത്മാവ് വിരളി ചൂണ്ടുന്നത് മനുഷ്യജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളെയാണ് പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് ആ പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ ജയിക്കാമെന്നാണ് ഈ വചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. തുടക്കത്തിലെ പറയാം, പ്രതികൂലങ്ങളുടെ മേൽ നിനക്ക് ജയം ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ കൂടെ ശിഷ്യന്മാരെപ്പോഴും ശുശ്രൂഷയിലുണ്ട്. നമ്മൾ ഈ 14-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പം, ഹല്ലേലൂയ, അതിൻ്റെ 13-ാമത്തെ വാക്യമൊക്കെ നമ്മൾ പഠിക്കുമ്പം യേശു നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. സ്തോത്രം. വായിക്കണമെന്നില്ല. ആമീൻ, സ്തോത്രം. പുരുഷാരം പട്ടണത്തിൽ നിന്ന് കാൽനടയായി യേശുവിൻ്റെ അടുക്കലേക്ക് എത്തിയെന്ന് നമുക്കവിടെ പഠിക്കാൻ കഴിയും. അവൻ മനസ്സലിഞ്ഞ് അവരിലെ രോഗികളെ സൗഖ്യമാക്കുവാൻ തുടങ്ങി. 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ എൻ്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ന്യായമായ ഒരാവശ്യം ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്. ന്യായമായ ഒരാവശ്യം. ദൈവത്തിന് സ്തോത്രം. എന്താന്ന് ചോദിച്ചാൽ, ഈ നിൽക്കുന്ന സ്ഥലം ഒരിക്കലും ഇവർക്ക് ആഹാരം കൊടുക്കാൻ പറ്റിയ സ്ഥലമല്ല. അതുകൊണ്ട് ഈ ജനത്തെ ആഹാരം വാങ്ങാനായി വിടണം. എന്നാൽ നമ്മൾ താഴോട്ട് പിന്നെ പഠിക്കുമ്പോൾ അതെല്ലാം വായിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യേശു പറയുകയാണ്, അവരെ വിടേണ്ടതില്ല, നിങ്ങൾ ഇവർക്ക് ആഹാരം കൊടുക്കണം. ഉടനെ അവർ പറയുകയാണ്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയാ, അതിങ്ങ് തരുവീൻ, അതിങ്ങ് തരുവീൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശിഷ്യന്മാർക്ക് പോലും അത്ഭുതം വരുന്നൊരു കാര്യം കർത്താവ് ചെയ്യുക. ഒരു ചോദ്യം, 5000-ഓളം വരുന്ന പുരുഷാരത്തിന് ഈ 5 അപ്പം സ്തോത്രം എങ്ങനെ പ്രയോജനപ്പെടുത്തും? ഞാനിവിടെ നിന്നുകൊണ്ടൊരു സന്ദേശം പറയാം. ദൈവത്തിന് നിന്റെ ഏത് ചെറിയ കാര്യത്തിലും അത്ഭുതം ചെയ്യാൻ പറ്റും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, ഒരു സ്ത്രീയുടെ ഒരു ജന്മത്തിലെ കടം തീരാൻ
ഒരു ഭരണി എണ്ണ ധാരാളമാണ്. സ്തോത്രം. ഒരു ക്ഷാമകാലം അതിജീവിക്കാൻ, സ്തോത്രം, പ്രവാചകന്റെ ഒരു വാക്ക് ധാരാളമാണ്. ഞാൻ ദൂതിലോട്ട് വരിക, നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിൽ 5 അപ്പമേ ഉള്ളൂ, പുരുഷാരം വലുതാണെന്ന് പറഞ്ഞ് ടെൻഷൻ എടുക്കണ്ട. അത് ദൈവകരത്തിൽ കൊടുത്താൽ, അവിടെ വായിക്കുക, എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കൊട്ട 12 നിറച്ചെടുത്തു. അങ്ങനെയല്ലേ വായിക്കുന്നേ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 20-ാമത്തെ വാക്യം, എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. ഒരു 2 മിനിറ്റ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. 5000 പുരുഷന്മാർ, അവരുടെ സ്ത്രീകൾ, അവരുടെ കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരു ജനസമുദ്രത്തിന് ഒരു ബാലകന്റെ കയ്യിലിരുന്ന 5 അപ്പം മതിയോ? തികയുകയില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടേ പറയാം, അത് തികയിക്കാൻ കഴിവുള്ളവനായി ഇവിടെ ഉള്ള ഒരാമയും വരുന്നില്ല. സ്തോത്രം. ദൈവമക്കൾ എപ്പോഴും വിശ്വസിക്കണം, എനിക്ക് എന്ത് ആവശ്യമുണ്ടോ അതിനുള്ളത് എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ ആരോടൊക്കെ പ്രവചിച്ച് പറയുക, ആരുടെയും കുടുംബത്തിൽ നടക്കാത്ത ചില കാര്യം നിന്റെ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ നടക്കണം. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ആ ഭാഗം പ്രസംഗിക്കാൻ പോയാൽ അത് വേറെ ലെവലിൽ പ്രസംഗിക്കണം, അതല്ല എൻ്റെ സബ്ജക്റ്റ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിയുമ്പം സത്യത്തിൽ കണ്ണു തെളിപ്പു ഇല്ലയോ? ഈ നമ്മുടെ എക്കാലത്തും ഒരു ചോദ്യമാ, ഇത് എവിടുന്ന് ലഭിക്കും? അതാ ചോദ്യം. ഇത് എവിടുന്ന് ലഭിക്കും? 40 ലക്ഷം ഇസ്രായേൽ മക്കൾ നിന്ന് മന്ന പറക്കുക, എവിടുന്ന് ലഭിക്കും? അറിയത്തില്ല. മേളിൽ നിന്ന് വീഴുക, ഇതിന്റെ ഗോഡമിട അറിയത്തില്ല. ലക്ഷക്കണക്കിന് ജനം കാടെ തിന്നുക, എവിടുന്നാ വരുന്നത്? ഒരു കാറ്റാ കൊണ്ടിരുന്നത്, എവിടുന്നാ ഇത് ഉണ്ടാവുന്നത്? ഒരു സ്ത്രീ നിന്ന് അപ്പം ചുടുക, ഇത് എവിടുന്നാ ഈ മാവ് വരുന്നത്? മിണ്ടുന്നില്ല. ഈ ദൈവമക്കൾ കൈയടിക്കുന്നതിനെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഈ കയ്യടിയുടെ രഹസ്യം അറിയത്തില്ല. ആർക്കു വേണ്ടിയും ചെയ്യാത്ത കാര്യം നിനക്കു വേണ്ടി ചെയ്യുമ്പോൾ അറിയാതെ അങ്ങ് ആരാധിച്ചു. മനസ്സിലായി വരുന്നവരെ സ്തോത്രം ചെയ്യാമോ? സകല മനുഷ്യരും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉറവയില്ല. പക്ഷെ ഇസഹാക്ക് പറയാ, ഇവിടെ ഉറവയുണ്ട്, അത് വാക്തത്വമുള്ളവന്റെ കണ്ണിൽ തെളിയും ഉറവ. ഞാൻ ദൂതിലോട്ട് കയറട്ടെ. സ്തോത്രം. ആരോടൊക്കെയോ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. നിനക്ക് രക്ഷപ്പെടാനുള്ളത് നിന്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്, നിനക്ക് മനസ്സിലായിട്ടില്ലെന്ന് മാത്രം. ആ ഭാഗം വിടുക. അപ്പം നമ്മൾ ആ ഭാഗം ധ്യാനിച്ചു വരാം. 5 അപ്പവും 2 മീനും കൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 5000 പേരെ പോഷിപ്പിച്ച്, ബൈബിൾ കണക്ക് തന്നെ പറയാം, 12 കൊട്ടം നിറച്ചിടും. ഇപ്പൊ ഈ ശിഷ്യന്മാരുടെ കണ്ണ് നിങ്ങൾക്കറിയാം, നമ്മുടെ കണ്ണ് ഈ 2 കണ്ണിന്റെ പോളയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ചില സമയത്തൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ അത് ഈ പോള പൊളിച്ച് വെളി വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ചിലങ്ങനെ കല്ലിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും അവരുടെ കണ്ണ്. ചിലർ ഈ അത്ഭുതം കണ്ടിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ സത്യം. ഈ 12 പേരിനും കണ്ണ് തെളിയിപ്പോ കർത്താവ് പറയും, ഇപ്പൊ അവര് പറയാ, ഇന്ന് ഇതിൽ 1 കൊട്ട അപ്പവും കൊണ്ട് വടവാതൂര് ഇറങ്ങണം. സ്തോത്രം. ചുറ്റുള്ള വീടുകാരെ മുഴുവൻ വിളിക്കണം, വിളിച്ചിട്ട് ഈ അപ്പമെല്ലാം എല്ലാവർക്കും കൊടുക്കണം, കൊടുത്തേച്ച് വരണം. കണ്ടോ, യേശുവിൻ്റെ അടുക്ക പോയതാ, കണ്ടോ, ഞങ്ങളെല്ലാം കഴിച്ചിട്ട് നിങ്ങൾക്കും. കർത്താവ് പറഞ്ഞ അത്രയും പരസ്യമൊന്നും വേണ്ട. സ്തോത്രം. ചിലക്ക് ബ്രദറെ, എന്നെ ഒന്ന് അനുഗ്രഹിച്ച് വേണം അപ്പുറത്തെ ചാക്കോയും കണ്ട് രക്ഷിക്കപ്പെടാം. അല്ല, നിന്നെ അനുഗ്രഹിക്കുന്നത് കണ്ട് ചാക്കോ രക്ഷിക്കപ്പെടണ്ട. ശ്രദ്ധിക്കണം. ഈ ഷോയുമായി വന്നത് പിശാച. നീ ദൈവപുത്രനാണ്, ഈ കല്ലിനോട്
അപ്പമായി തീരാൻ കൽപ്പിക്കാം. ഞങ്ങൾ പറയും ഞങ്ങളുടെ കർത്താവ് കല്ല് അപ്പമാക്കുന്ന ദൈവം. ദൈവം പറഞ്ഞു ആ ഷോ വേണ്ട, നീ ദൈവപുത്രനാണ്, മേളി കയറിയച്ച താപ്പോട്ട് ചാട്. ഇവിടുത്തെ ഏറ്റവും വലിയ ടവറിനെ മണ്ടയ്ക്കും നമ്മൾ താഴോട്ട് ചാടും, ദൂതം പിടിക്കും, സഭയിൽ ആളുകൂടും. മോളിൽ നിന്ന് ചാടുന്നതിന് ഒരു ഷോ ഒന്നും വേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ഇവരിങ്ങനെ കണ്ണ് മുമ്പോട്ട് ഉന്തി, ഇവര് ഭയങ്കരമായി ഇനി യേശു എന്ന് പറഞ്ഞ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. യേശു പറഞ്ഞ വെള്ളത്തെ കയറാൻ അവിടെ വായിക്കുന്ന നിർബന്ധിച്ച് കയറ്റിയെന്ന്.